ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതന്ന് രാവിലത്തെ ചായൻ്റെ കടി ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പം ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. പിന്നെ അപ്പുറത്തേന് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ അത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തോന പച്ചക്കറിയൊന്നുമില്ല, എന്നാലും ഉള്ളത് ഇട്ട് കൊടുത്തിങ്ങനെ ചിരങ്ങ, വെള്ളരിക്ക, അതേമാതിരി കിഴങ്ങ്, ക്യാരറ്റ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. നാളികേരം അരക്കാത്ത സാമ്പാറാണ് കേട്ടോ. നാളികേരം അരച്ചിട്ടില്ല വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഇതേപോലെ ആരെങ്കിലും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ടത് മറ്റേ അടുപ്പത്ത് ഞാനൊരു ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കിയതാണ്. ഒക്കെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ അതാ വെണ്ടക്കായും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതാ മൂന്നും കൂടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതാ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് തന്നെ ഉള്ളതിന് കേട്ടോ. ഞാനുള്ളത് മുഴുവൻ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇങ്ങനെ വറുത്തിടുമ്പോൾ സാമ്പാർക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ 1 സ്പൂണ് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും സാമ്പാർ പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ 1 സ്പൂണാണ് കേട്ടോ മുളകും പൊടി ഇട്ടത്. അതായിരിക്കും കുറച്ചധികം എരിവുള്ള മുളകും പൊടിയാണ്. അങ്ങനെ നന്നായിട്ട് ഇതിലിട്ട് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കറിയൊക്കെ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അത് മുഴുവനായിട്ട് കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. വെണ്ടയ്ക്കും ഇതൊക്കെ എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതാ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിക്കും അതേമാതിരി ചോറുക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാനും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കിയെടുത്ത് കടുകിട്ട് പൊട്ടിച്ച്, പിന്നെ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 1/2 സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. അതേപോലെ ഉണക്കൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് കൊണ്ട് ഒഴിക്കാം. അപ്പം സാമ്പാർ റെഡി ആയി കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. രാവിലെയൊക്കെ നമുക്ക് ഇഡ്ഡലിക്കും അതേമാതിരി ചപ്പാത്തിക്കും കൂടെ പറ്റും കേട്ടോ. അതേമാതിരി പൂരിക്കൊക്കെ സാമ്പാർ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ സാമ്പാർ വെച്ചാൽ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് മുറ്റൊക്കെ അടിച്ചേരി പോന്നു. പിന്നെ ഒന്ന് കുട്ടികൾക്ക് മദ്രസ ഇല്ലേന്നു കേട്ടോ. നമ്മൾ മദ്രസയിൽ നിന്ന് സിയാറത്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റിഷു സിയാറത്തിന് പോയിട്ടുണ്ട്. സോബിയ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവർക്ക് മദ്രസയില്ല. അതുകൊണ്ട് മക്കളാരും നീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മുറ്റടിച്ചെല്ലാം കഴിഞ്ഞിപ്പം ചായ കുടിച്ചിട്ടാണ് ഇപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ സോദിയ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവള് സാമ്പാറും ഇഡ്ഡലിയൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവള് പറയുന്നത് സാമ്പാർ നല്ല രസമുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അപ്പം ഇന്ന് ചീരയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയതാ നമ്മൾ അരഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ചതച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താണ്ട് തീ സിമ്മിലാക്കി വെച്ച് കൊടുത്ത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുത്തപ്പം ചട്ടി നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ കൂമ്പാട്ടിയ മാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചീരയൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ഒരുപാട് അരിയണം. ഇത് ഇന്നലെ തന്നെ കൊണ്ടുവന്ന് ഞാൻ രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പാടത്തെ ചീര തന്നെയാണ്. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം പോയി പറിച്ചുകൊണ്ടുവന്നിട്ട് രാത്രിയുടെ അരിഞ്ഞ് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ എളുപ്പമാണല്ലോ. മറ്റെങ്ങനെ അരിഞ്ഞ് ഉത്തിറക്കണമെങ്കിൽ ഒരുപാട് സമയവും വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്ത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ ഇനി ആ നൂറ്റെടുക്കുകയാണ്. ഇന്നിപ്പോൾ മട്ടേരിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ചോറ് വന്നത്. ഇപ്പോൾ നല്ല വേവുള്ള അരിയാണ്, മട്ടേരി നല്ല വേവുള്ള അരിയാണല്ലോ. അപ്പോൾ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഇതാ ചോറൊക്കെ മുഴുവനൊക്കെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ അപ്പുറത്തേക്ക് എന്തിനോ പോയതാ. അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി ചട്ടി ഉള്ളു പൊഞ്ഞ് വരൽ തുടങ്ങിയാണ് കേട്ടോ. അങ്ങനെ മീനെന്താ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. മത്തിയാണ് ഇന്ന് കിട്ടിയത്, ചെറിയ മത്തിയാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, പൊരിച്ചാലും വറ്റിച്ചാലൊക്കെ. പിന്നെ വറ്റിച്ചാലും കറി വെച്ചാലൊന്നും ഇവിടെ മക്കൾ കഴിക്കൂല, ഓൾക്ക് പൊരിച്ചത് തന്നെ വേണം. അപ്പോൾ ഇവിടെ പൊരിച്ചാൽ നല്ലത്. പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ സാമ്പാർ തന്നെയാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ തന്നെയാണ്, ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. ഉച്ചക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, ഉച്ചക്കും വൈകുന്നേരത്തിനൊക്കെ അത് തന്നെയാണ്. ഇപ്പോൾ വേറെ കറി വെച്ചാൽ പിന്നെ ഈ സാമ്പാറുടെ ബാക്കിയാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കറി വെക്കണില്ല. അങ്ങനെ അത് നമ്മളെ മീനും ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയായി. സാമ്പാറും അതേപോലെ മത്തി പൊരിച്ചതും ചീര ഉപ്പേരി. പിന്നെ എന്താ ഇപ്പം അകത്തു കൂടെ ഒക്കെ ഒന്ന് അടിച്ചുവാരി തുടക്കാമെന്ന് കരുതിയത്. അപ്പോൾ പിന്നെ അടിച്ചുവരാൻ നിന്നപ്പോഴാണ് ആകെ മാറാരട്ടോ മേപ്പോട്ട് നോക്കിയപ്പം. അപ്പോൾ ഞാൻ മാറാലൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇത് ഒന്നരാടം ചുറ്റിയാലും ഇത് പിന്നെയും കാണണ്ടാണ്. 2 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചുറ്റണം കേട്ടോ. അത് എവിടെ നിന്ന് അത് ഉണ്ടാകണമെന്ന് പൊടിയാടില്ല. നമ്മൾ ദിവസം തട്ടുന്ന മാതിരിയാണ്, എന്നാലും ഇതുണ്ടാവും. രാവിലെ തട്ടി ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കന്നെ ചിലപ്പം വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ എടുത്ത് തുടങ്ങാമെന്നില്ല കേട്ടോ. അങ്ങനെ അതാ നമ്മൾ മാറാലൊക്കെ മുഴുവനായിട്ട് എല്ലായിടത്തും കൂടെ ചുറ്റി കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം അകത്തു കൂടെ ഒക്കെ തുടച്ച് തിരുമ്പലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതാ ചോറൊക്കെ വിളമ്പി പപ്പടം കൂടെ പൊരിച്ചിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞാൽ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ സാമ്പാറൊക്കെ ഒഴിച്ച് നമ്മളെ ചീരപ്പേരിയും അതേപോലെ മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് പാൻ കൊടുക്കുന്ന സമയത്ത് നീച്ചക്ക് വീണ്ടും കിച്ചണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാണ്ട് രാഗി അരച്ച് കണ്ട് ഇതാ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാ ശർക്കരയുടെ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ കരടും കുറുമ്പൊക്കെ ഉണ്ടാവണല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഉരുക്കിക്കാണ്ട് അരിച്ച് പറന്നെടുക്കലാണ് കേട്ടോ. രാഗി ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ അതാ പിന്നെ നമ്മൾ ശർക്കര വെള്ളമൊക്കെ ഒഴിച്ച് ഇതാന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ ആക്കണത്. അല്ലെങ്കിൽ എന്താ പറയുക മക്കൾ കഴിക്കൂല. പിന്നെ അതിലേക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കലുണ്ടെന്ന് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നാളികേരം ചെറിയത് അതേമാതിരി നട്സ് അങ്ങനത്തെ ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ മക്കളങ്ങനെ കഴിക്കൂല, ഓൾക്ക് അതൊക്കെ കടിക്കുകയാണ് എന്ന് പറയും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാത്തത്. വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിന്ന് ഈ രീതിക്കാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.